ഇതാണ് ഇപ്രാവശ്യം താമസിക്കുന്ന കോണ്ടോമിനിയം. പട്ടായയിലെ യുണിക്സ് എന്ന് പറയുന്ന കോണ്ടോമിനിയമാണ്. ഇതിൻ്റെ 22ാമത്തെ നിലയിലാണ് നമ്മുടെ താമസം. കിടിലൻ സാധനമാണ്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇച്ചിരി പഴയതാണെങ്കിലും നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഇവിടെ പാർക്ക്, പിള്ളേർക്ക് കളിക്കാനുള്ള സാധനമുണ്ട്, പൂളുണ്ട്, റൈഡ്സ് ഉണ്ട്. നല്ല ഒരു സെറ്റപ്പാണ്. വാക്കിംഗ് സ്ട്രീറ്റിന് വെറും ഒരു 600 മീറ്റർ അടുത്താണ്. ഇവിടുന്ന് പെട്ടെന്ന് നടന്നെത്താം. ഒരു 10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ ചെമ്പകം. ഇതാണ് സെക്യൂരിറ്റി ഗേറ്റ്. പിള്ളേർക്ക് കളിക്കാനുള്ളത് അവിടെ കാണുന്ന ഒരു റൈഡാണ്, മറ്റേ പൂളിലേക്കുള്ള സ്ലൈഡാണ്. അത് പൂളാണ്. ഞാൻ പറഞ്ഞല്ല, കിട്ടുന്ന സാധനം. എൻട്രൻസിൽ തന്നെ ഇവിടെ ഒരു കോഫി ഷോപ്പുണ്ട്, ഗ്രില്ല്, ബാർ, കഫേ. അപ്പം മോർണിംഗ് കോഫി എല്ലാം അധികം ദൂരമൊന്നും പോകണ്ട, ഇവിടെ തന്നെ ഉണ്ട്. സെറ്റപ്പാണ്. ഇതാണ് വണ്ടി ഇറങ്ങി വരുന്നത്. ഇവിടെ നിന്ന് നടന്നാണ് പോകുന്നത് വാക്കിംഗ് സ്ട്രീറ്റിലേക്ക്. ഒരു 10 മിനിറ്റ് വാക്കേ ഉള്ളൂ. ഇവിടെ ബോസ് ക്ലബ്ബിൽ സണ്ണി ചേച്ചി വരുന്നു. നവംബർ 29-ാം തീയതി. കഴിഞ്ഞു പോയല്ലേ? ഓക്കെ. സണ്ണി ചേച്ചി ഉണ്ടായിരുന്നു ഇവിടെ. അപ്പം ബാക്കിയുള്ളവരുള്ളപ്പോൾ ഇവിടെ എന്തിനാണ് സണ്ണി ചേച്ചി വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകാതെ. ദുബായിലോട്ട് മണൽ കയറ്റിയേക്കുന്ന മാതിരി. നമ്മുടെ ഇന്ത്യൻ ബാറുകളുടെ ആധിപത്യമാണെന്ന് പറയാറില്ലേ. മെഹഫിൽ പുതിയൊരെണ്ണം. ഈ ജന്നത്ത്, ജൽവ, ലീല അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വേറൊരു സാധനം ഇറങ്ങിയിരിക്കുന്നത്. അതാണ് രാത്രി ഒച്ചപ്പാടും ബഹളവും കൂടെ കാണുന്ന വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ പകലത്തെ അവസ്ഥ. ഒന്നുമില്ല ഇവിടെ. രാത്രി ഇതിലെ വലിയ ബഹളങ്ങളും ഒച്ചപ്പാടും ബഹളവും. മഷാൽ എന്ന് പറഞ്ഞ ക്ലബ്ബ് രാത്രിയിലത്തെ വ്യത്യാസപ്പെട്ടിട്ടാണ്. അവിടെ ഒരു പട്ടി പോലും ഇല്ല ഈ വഴികളിൽ. ഈ റെസ്റ്റോറൻ്റൊക്കെ ഇവിടെ പണ്ടേ ഉണ്ട്, ക്രാബിൻ്റെ. എൻ്റെ പഴയ വീഡിയോസിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ദിസ് ഈസ് വാക്കിംഗ് സ്ട്രീറ്റ്. രാത്രി ആണ് ഇവിടുത്തെ സംഭവം, അല്ലാതെ പകലൊരു തേങ്ങയില്ല ഇവിടെ. ഈ പറഞ്ഞ പോലെ പകല് വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ഒരു അറ്റത്തോട്ടെത്തി. പ്രത്യേകിച്ചൊന്നുമില്ല. രാത്രി കാണുന്ന അതിമനോഹരമായ കാഴ്ചകളൊന്നും ഈ പകലില്ല. അപ്പോൾ രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമ്മൾ പറയുമ്പോൾ വാക്കിംഗ് സ്ട്രീറ്റിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഇതാണ് രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ വരുന്നവർക്ക് ഇന്ത്യൻ ക്ലബ്ബിൽ താല്പര്യമില്ലെങ്കിൽ കയറാൻ പറ്റിയ ക്ലബ്ബുകളാണ് കേട്ടോ ഇതൊക്കെ. മറ്റേ ജൽവ സാധനങ്ങളൊക്കെ എല്ലാം ഇന്ത്യൻ അലമ്പ് പഞ്ചാബി മ്യൂസിക്കൊക്കെയാണ്. ഊള പഞ്ചാബികളുടെ ഡാൻസാണ് ഇതിനകത്ത് നടക്കുന്നത്. അതൊക്കെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ കയറിയാൽ മതി. ചിക്ക് അങ്ങനത്തെ ക്ലബ്ബുകളുണ്ട്, ഇൻസോംനിയ അതൊക്കെ ഉണ്ട്. അവിടെ കയറിയാൽ മതി. അങ്ങനെ നടന്ന് വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ അറ്റത്തെത്തി. ഇതാണ് വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ പുതിയ ഡിജിറ്റൽ എൻട്രൻസ് ബോർഡ്. വാക്കിംഗ് സ്ട്രീറ്റ് ഇത് ഇപ്പുറത്തുനിന്ന് സെല്ലതാണ്. ഇപ്പുറത്തുനിന്നുള്ള വ്യൂ ആണ്. രാത്രി ഇവിടെ നിന്ന് നോക്കാം, പക്ഷേ പണിയുള്ള കയറാൻ നടക്കില്ല. ശനിയാഴ്ച ഞായറാഴ്ചയും ഇവിടെ തന്നെ ആയിരിക്കും. അങ്ങനെ ഈ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ പുറത്തോട്ടിറങ്ങി ഇങ്ങോട്ട് ഇടന്നാൽ ബീച്ച് വാക്കായി. ബീച്ച് സൈഡ് ഇതാണ് പട്ടായ ബീച്ച്. പട്ടായ എന്ന് മലയാളത്തിൽ പറയും, ടാച്ചിയ എന്ന് യൂറോപ്യൻസും അമേരിക്കൻസും പറയും. എന്നാൽ തായ്കൾ ഇവിടെ പറയുന്നത് പത്തയ എന്നാണ് പറയുന്നത്. പത്തയ ബീച്ച്. വെയിലൊന്നുമില്ല, ഒരു സായിപ്പാടോ വെയിലുള്ള കിടപ്പുണ്ട്. എന്തിരോ എന്തോ നിറച്ച് കാക്കകളാണോ പ്രാവാണോ? ഇതിനകത്ത് നടന്നു കഴിഞ്ഞാൽ ഒന്ന് പതയിളകും. കണ്ടല്ലോ.
ലോകപ്രശസ്തമായ ബീച്ച് വാക്കാണത്. പക്ഷേ രാത്രിയാണ് ഇവിടെ അട്രാക്ഷൻസ്. ഇവിടെ സൈഡിൽ മൊത്തം ഫ്രീലാൻസേഴ്സ് ആയിരിക്കും. പകൽ ഒരു തെണ്ടിയും ഉണ്ടാവില്ല, മൊത്തം പ്രാവുകൾ മാത്രം. പ്രാവുകളും പട്ടികളും സൈഡിൽ കിടന്നുറങ്ങുന്ന ആൾക്കാരും ഒക്കെയാണ് ഈ പകലെടുത്ത പരിപാടിയുള്ളത്, അല്ലാതെ വേറെ ഒന്നുമില്ല. പട്ടേൽ വരുമ്പോഴത്തേക്കും ATM ആൾക്കാർ തപ്പുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കാണുന്ന മഞ്ഞ സാധനം ക്രുങ്ശ്രീ ബാങ്ക്. ക്രുങ്ശ്രീ കണ്ടല്ല, കുറച്ചും കൂടെ സൂം ചെയ്യാം. ക്രുങ്ശ്രീ അവിടെ നിന്ന് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നല്ല എക്സ്ചേഞ്ച് റേറ്റ്, അതുപോലെ മാക്സിമം എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റും ആ ATM ന്ന്. അപ്പോൾ അതുകൊണ്ട് പട്ടേൽ ഇവിടെ വന്ന് ATM കാർഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർ, ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർ പൈസ വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രുങ്ശ്രീ, ആ മഞ്ഞ കളറുള്ള സാധനം, മഞ്ഞ കളറുള്ള ATM ൽ വിഡ്രോ ചെയ്യാവുള്ളൂ. 250 ബാത്തേ ഉള്ളൂ അവരുടെ ചാർജ്. ബാക്കിയുള്ള ബാങ്കുകൾക്ക് 400 ബാത്താണ്. അതുപോലെ മാക്സിമം വിഡ്രോവൽ 20,000 ബാത്ത്. അതിൽ കൂടുതൽ വിഡ്രോ ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ അക്കൗണ്ടിൽ അതിൽ കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ ക്രുങ്ശ്രീ ബാങ്കിൽ വരുന്നതായിരിക്കും നല്ലത്. ബീച്ച് വാക്ക് പകൽ വിത്തൗട്ട് ഫ്രീലാൻസേഴ്സ്, ആരുമില്ലാതെ ഉള്ള ഒരു പ്ലെയിൻ ബീച്ച് വാക്ക്. ഞാൻ നേരത്തെ പൈസ എടുക്കുന്നതിനെക്കുറിച്ച് ATM കാണിച്ചിട്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ പല ATMകളിൽ ഞാൻ പ്രിഫർ ചെയ്ത ATM ആണ് ഈ കാണുന്ന കുറച്ചുകൂടെ ക്ലോസപ്പിൽ ക്രുങ്ശ്രീ, മഞ്ഞ കളർ ക്രുങ്ശ്രീന്ന് എടുക്കാവുള്ളൂ. പെണ്ണുങ്ങളുടെ നല്ല ഡ്രസ്സുകളും സാധനങ്ങളെല്ലാം ഉണ്ട്. ആ കൂട്ടത്തിൽ അണ്ടർവെയറുകളും ഒക്കെ ഉണ്ട് ഇവിടെ. നല്ല ബാഗ്സ് കൂട്ടത്തിൽ പുലിയുടെ ഷെയ്ഡുള്ള അണ്ടർവെയർ ഉണ്ടല്ലേ. അണ്ടർവെയർ പുലിക്കളി നടത്തണമെന്നുണ്ടെങ്കിൽ ഈ അണ്ടർവെയർ മേടിച്ചിട്ടാൽ മതി. അതുകൊണ്ട് തന്നെ പലയിടത്തും ക്രിസ്മസ് ട്രീകളൊക്കെ തൂങ്ങി തുടങ്ങി. അതിലൊരു ട്രീ ആണ് ബൊഫെ അൺലിമിറ്റഡ്, 299. ബിരിയാണി 99. ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ്. നല്ല ഓഞ്ഞ ബിരിയാണിയായിരുന്നു. പണ്ട് പ്രാവശ്യം വാങ്ങിച്ചത് അവിടുന്ന്. കട്ട അലമ്പായിരുന്നു. ഒരു കുഞ്ഞു പീസ്. നമ്മുടെ ഈ ബസ് സ്റ്റാൻഡുകളിൽ റോഡ് സൈഡിലൊക്കെ 60 രൂപയുടെ ബിരിയാണിയൊക്കെ വെച്ചിട്ടില്ലേ, അതേപോലൊരു സാധനം.